ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരമൽ ബ്രെഡ് പുഡിംഗ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതൊരു നല്ല തേനിൻ്റെ കളറാവില്ലേ, അതുവരെ നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇത് പെട്ടെന്നായി വരുന്നോളൂ. ഇതാ നമ്മുടെ പഞ്ചസാരയിൽ നല്ലോണം കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് ചുറ്റിച്ചിട്ട് എല്ലായിടത്തും ആക്കുക കേട്ടോ. ഇതുപോലെ ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 5 പീസോളം ബ്രെഡ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ഡ്രോപ്പ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്തോളൂ കേട്ടോ. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അത് ചെയ്യാം. ഇതുപോലൊരു പാത്രത്തിൽ അരിപ്പ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കാരമലൈസ്ഡ് ചെയ്ത് വെച്ച പഞ്ചസാരയുടെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ സ്റ്റീം കയറാനുള്ള ഇങ്ങനൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് മതിയാവും കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമുക്കിത് തുറന്ന് നോക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ഇതുപോലെ എന്തിനൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കുത്തി നോക്കിക്കണ്ട, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വയ്ക്കാം. ഇനി ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒന്ന് തണുക്കുമ്പം തന്നെ സെറ്റാവും. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കും, നല്ല സെറ്റായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇതൊന്ന് നമ്മുടെ പുഡിങ് 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കണ്ടോ, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് എടുക്കാം.
വാവ്, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നൊരു പുഡിങ്ങാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.